നമസ്കാരം. കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു വലിയ ട്രാവലിലൂടെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ക്രിയേറ്റീവ് ലൈഫ് വ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് തുടർച്ചയായിട്ട് ഒത്തിരി വീഡിയോസുമായി ഞങ്ങൾ ഉണ്ടായിരിക്കും. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇപ്പം ഇതിൽ കാണിച്ചതുപോലെ തന്നെ നമ്മളിപ്പം ചെന്നൈ ടു മധുരൈ ആണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ദെൻ ചെന്നൈയിലുള്ള വിശേഷങ്ങളുള്ള വീഡിയോസൊക്കെ ഇനി തുടർച്ചയായി വന്നുകൊണ്ടിരിക്കും. എഡിറ്റിംഗ് ഇട്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം ഒത്തിരി ചെന്നൈയിലുള്ള വിശേഷങ്ങളും നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ കൊണ്ടെത്തിക്കുന്നുണ്ട്. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കഴിവത് ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മെയിൻലി നമ്മൾ ഉടനെ നമ്മൾ ഇടുന്ന വീഡിയോസ് അത്രയും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. സോ നല്ലൊരു ഉഗ്രൻ ട്രാവൽ അല്ലെങ്കിൽ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങൾ റിട്ടേൺ പോവുകയാണ് ആക്ച്വലി കേരളത്തിലേക്ക്. സോ പോകുന്ന വഴിയിൽ മധുരൈ ഒന്ന് വിസിറ്റ് ചെയ്ത ശേഷം നമുക്ക് അതുവഴി എൻ്റെ പോകുന്ന റൂട്ടൊക്കെ എനിക്ക് വലിയ പുതിയതാണ് കേട്ടോ. ഈ ഹൈവേ ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് റിട്ടേൺ പോകുന്നത് എനിക്ക് അത് പുതിയതാണ്. അപ്പം ഞാൻ ഡ്രൈവിലാണ് ഇരിക്കുന്നത്, എൻ്റെ വൈഫാണ് എടുക്കുന്നത്. സോ ചെറിയ ക്യാമറ ഷേക്കിംഗ് ഒക്കെ ഉണ്ടായിരിക്കും ആളുടെ കയ്യിൽ നിന്ന്. സോ കഴിവതും നല്ല ക്ലിയർ. പിന്നെ പോകുന്ന നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു, പോകുന്ന സമയത്തൊക്കെ മഴ ഉണ്ടായിരുന്നു. പിന്നെ ചെന്നൈയിൽ നിന്ന് നമ്മൾ ഞാൻ നൈറ്റാണ് മധുരൈക്ക് റിട്ടേൺ എടുത്തത്. പക്ഷേ അത് അത്യുഗ്രനായ ഒരു ട്രാഫിക് ഉണ്ടായിരുന്നു. ബിക്കോസ് ആ സമയത്ത് നമ്മുടെ ഒരു ഫങ്ഷൻ അതിൻ്റെ എന്തോ ലീവൊക്കെ ഉണ്ടായിരുന്നു 2-3 ദിവസമൊക്കെ. അപ്പോൾ അത് കാരണവശാൽ എനിക്ക് ആക്ച്വലി ഞങ്ങൾക്ക് ട്രാഫിക് ബ്ലോക്ക് ഭയങ്കരമായിരുന്നു, അത്യുഗ്രം ബ്ലോക്കായിരുന്നു. പിന്നെ ഇടയ്ക്ക് റെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് ഈ എടുത്തത്. സോ ഡേ ടൈം മധുരയുടെ പകുതി വെച്ചിട്ട് അതിന് മുമ്പായിട്ടാണ് തിരുച്ചി, അതിന് മുമ്പായിട്ടൊക്കെയാണ് വീഡിയോ സ്റ്റാർട്ടായതിലേക്ക്, വളരെ മുമ്പായിട്ട്. സോ തിരുച്ചി അത് കഴിഞ്ഞ് മധുരൈ അങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത്. അതിനിടയ്ക്ക് മഴയൊക്കെ ഉണ്ട്, നല്ല ക്ലൈമറ്റ്, നല്ല റോഡാണ് കേട്ടോ. എസ്പെഷ്യലി റോഡിനെ കുറിച്ച് ഒന്നും പറയാനില്ല, തമിഴ്നാട് റോഡ് ഇറ്റ്സ് അമേസിങ്. അതേപോലെ നമുക്ക് പ്രത്യേകിച്ച് ക്യാമറകളൊന്നുമില്ല, മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ചവിട്ടി അങ്ങ് വിടാം വണ്ടി. പിന്നീട് നമുക്ക് ഫൈനോ അങ്ങനെയുള്ള ടോളുകൾ മാത്രമേ ഉള്ളൂ, അതും കോമൺ ആണ്. വലിയ എമൗണ്ട് ഒന്നുമില്ല. ഇപ്പോൾ ട്രിവാൻഡ്രത്തൊക്കെ ഈ കോവളത്തിൻ്റെ അവിടെ ഒരു ടോളുണ്ട്, ഇങ്ങനെ മിക്കവർക്കും അറിയാമായിരിക്കും. പക്ഷെ ആ ടോളിൻ്റെ റേറ്റൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ തമിഴ്നാട് ടോളൊക്കെ ഒന്നുമല്ല, നല്ല റോഡും കൂടിയാണല്ലോ. പിന്നെ കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. സോ അങ്ങനെ നല്ലൊരു ട്രിപ്പാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആയിട്ടില്ല, ഇനി ഡയറക്റ്റ് ലഞ്ച് പോലെയാണ് തോന്നുന്നത്. ആ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റൊന്നും ആയിട്ടില്ല. പിന്നെ ഇടയ്ക്ക് ചായയൊക്കെ കുടിച്ച് അങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ല, വലിയൊരു ട്രാഫിക് ബ്ലോക്കിൽ പെട്ടത് കൊണ്ട് അത് ആ ട്രിപ്പ് ഒരു ചെറിയൊരു മങ്ങല ഉണ്ടായി. ഫൈനലി മധുര എത്തിക്കഴിഞ്ഞു. പക്ഷേ കുറച്ച് 4-4:30 മണിയായി. ഞാൻ പറഞ്ഞ ഒരു വലിയൊരു ട്രാഫിക് ബ്ലോക്ക് വന്നപ്പം അതിന് കുറച്ച് റെസ്റ്റൊക്കെ ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ വന്നിരിക്കുന്നത് പാളയം എന്ന സ്ഥലത്താണ്. ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നടക്കാമെന്ന് വിചാരിച്ചതാണ്. അതന്നെ ഇവിടെ ഒരു ഫേമസ് സർബത്ത് കിട്ടും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെങ്കിൽ ജിഗിർദണ്ഡ സർബത്ത്, ജ്യൂസ് എന്ന് പറയാം, ജിഗിർദണ്ഡ സർബത്ത് എന്നും പറയാം.
സോ ഇത് അവിടെ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. ഞാൻ പണ്ട് ചെറുതിലെനിക്ക് കഴിച്ചതാണ്, പിന്നെ അതിന് ശേഷം ഇപ്പോഴാണ് കഴിക്കുന്നത്. ദെൻ ഇവിടെ ഒരു ഹോട്ടൽ, മറ്റേ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ്. ഇവിടെയാണ് ഞാൻ ചായ കുടിക്കുന്നത് പറഞ്ഞത്. ചായ കുടിച്ചിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ആ സ്ട്രീറ്റ് വരുന്നത്. ഇതുവഴി നമുക്ക് മീനക്ഷേമം കോയിലിലേക്ക് പോവാം. പോയി അത് 2-2.5 കിലോമീറ്ററൊക്കെ വരും. പിന്നെ ലോക്കൽസ് ആണ്, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഈ വേയിൽ ഓപ്പോസിറ്റ് ആ സ്ട്രീറ്റിലേക്ക്. അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, വരുന്നേ ഉള്ളൂ. നമുക്ക് ചായ കുടിച്ചിട്ടാകുമ്പോൾ ബാക്കിയുള്ള യാത്ര. ഇതാണ് ഞാൻ പറഞ്ഞ സ്ട്രീറ്റ്. ഇന്നിവിടെ നമുക്ക് എന്താ അത്യാവശ്യത്തിന് ഒരു മീഡിയം റേഞ്ചിനൊക്കെ നമ്മൾ താമസിക്കുന്ന ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറഞ്ഞ ലെവലിലുണ്ട്, പിന്നെ ഹൈ ലെവലിലുണ്ട്. ഒത്തിരി ഇവിടെ നമ്മൾ ഷോപ്പിംഗ് സ്ഥലമാണ്, ചെറിയൊരു ഷോപ്പിംഗ് സ്ഥലമാണ് ഇത്. ഇതുവഴി നമ്മൾ ഡയറക്റ്റ് നേരെ നമുക്ക് മീനാക്ഷി ടെമ്പിളിലേക്ക് നമുക്ക് പോകാം. ഇതാണ് ഞാൻ പറയുന്നത് ജ്യൂസ് ട്രഡീഷണൽ. അടിപൊളി സ്ഥലമാണ് കേട്ടോ, നല്ല ജ്യൂസായിരുന്നു. പിന്നെ ഇതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് ജ്യൂസൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം ജ്യൂസ് എവിടെയാണോ അത് ഫേമസ് വേറെ സ്ഥലമുണ്ട്. പണ്ട് ഞാൻ വന്നപ്പോൾ കുടിച്ച വേറൊരു സ്ഥലമുണ്ട്, പക്ഷേ എവിടെ നിന്ന് എനിക്ക് പിടിയില്ല. അതുകൊണ്ടാണ് ഞാൻ കിട്ടിയ സ്ഥലത്ത് ഞാൻ കുടിച്ചു. പിന്നെ തണുപ്പ് സമയത്ത് ആരും ട്രൈ ചെയ്യരുത്, നല്ല തണുപ്പുള്ള ജ്യൂസാണത്. നമുക്ക് പെട്ടെന്ന് തന്നെ പനി ഇതൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. നോക്കിയും കണ്ടൊക്കെ കുടിക്കുക. പിന്നെ ഈ സ്ട്രീറ്റ് ഫുള്ളായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്, സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ.
അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം പറയുക. ആരൊക്കെ മധുരയിൽ പോയിട്ടുണ്ട്, നിങ്ങളുടെ സ്പെഷ്യൽ അവിടെ എന്താണ്, ഏത് സ്ഥലമാണ് ഇഷ്ടമെന്ന് പറയുക. ഓക്കെ, ബൈ.